അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങളാ വീടിൻ്റെ തേപ്പ് കഴിഞ്ഞു. 15 ദിവസമായി തേക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് കാണാൻ പോയതാണ്. വീടിങ്ങനെ കിടക്കണ കാണുമ്പോൾ ഒരു വേദനയായിരുന്നു. 8.5 വർഷമായി വാർപ്പ് കഴിഞ്ഞ് അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഇതൊരു കോലത്തിലായി കിട്ടിയത്. ഇപ്പോൾ ആ വീട് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇനി പെയിൻറ്റ് കൂടി അടിച്ചാൽ അടിപൊളിയാകും. എല്ലാ പണിയും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കയറി പാർക്കാൻ കഴിയട്ടെ. ആമീൻ. ഞങ്ങളെ കൂടെ വീട് പണി തുടങ്ങിയവരൊക്കെ കയറി താമസിച്ചിട്ട് തന്നെ കുറേ വർഷമായി. നമുക്കുള്ള സമയമായിട്ടുണ്ടാവില്ല അല്ലേ? ഏതായാലും പെട്ടെന്ന് തന്നെ ആവട്ടെ. താമസിക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്നാലും നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു വീട്ടിലാവുമ്പോൾ അത് റാഹത്തല്ലേ. നമ്മൾ ആശിച്ച് മോഹിച്ച് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചൊരു വീടുണ്ടാക്കി അതിൽ താമസിക്കാനല്ലേ എല്ലാവർക്കും ആഗ്രഹം. അതേപോലെ തന്നെ ഇതും ചെറിയ വീടാണ്. ചെറിയ സിറ്റ് ഔട്ട്, ഹാള്, 2 ബെഡ്റൂം, ഒരു കിച്ചണ്, ഒരു ബാത്റൂം. ഹാള് കുറച്ച് വലിപ്പമുണ്ട്. ഹിന്ദിക്കാരേനു തേക്കാൻ. നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ. പണി മോശമൊന്നുമില്ല. പിന്നെ നമ്മളൊപ്പം നിന്ന് എടുപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകും. പണികൾ ഇനിയും ബാലൻസ് കിടക്കുകയാണ്. ഒക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയട്ടെ. ഹസ്ബൻഡ് വീട് നനയ്ക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ കൂടെ ഞാനും മക്കളും ഇങ്ങനെ വീഡിയോ എടുക്കണ്. ഓരോ അതിൽ വെള്ളത്തിൽ ചാടി കളിക്കുന്നുണ്ട്. വെള്ളം കണ്ടാൽ പിന്നെ കുട്ടികളല്ലേ, ഓല അമർന്ന് നിൽക്കില്ല. ഓലേതായ ഹോബിയിൽ ഏർപ്പെട്ടിരുന്നു. വീട് പണി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം കിണർ കുത്തിക്കണം കേട്ടോ. അതിൽ വെള്ളം കുറവ് തന്നെയാണ്, പക്ഷെ എന്നാലും ഈ തേപ്പിനൊക്കെ ഉള്ള വെള്ളം മുഴുവൻ അതിൽ നിന്ന് തന്നെയാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ മോട്ടർ ഇട്ട് അടിക്കുമ്പോൾ തന്നെ വെള്ളം ഏന്തി വരുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, നമ്മൾ താമസിച്ചാൽ ഇനി എങ്ങനെ അറിയില്ല. പക്ഷേ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ കോരിയെടുത്ത് കിണർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ കുറച്ചൊന്ന് മേലേക്ക് പടവ് പടുക്കാനും ഉണ്ട്. ഇനി താമസിക്കുമ്പോൾ ജലനിധിൻ്റെ കണക്ഷൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ എടുത്തിടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പണിക്കൊക്കെ അത്യാവശ്യം നമ്മളെ കിണറ്റിൽ തന്നെ ഉണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ പാടാണ്. നോക്കിയാലൊന്നും കാണൂല, പക്ഷെ കുറച്ച് പോയാൽ മതി. നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വൈകാതെ വൈറ്റ് വാഷ് അടിച്ചിടണം. ഞങ്ങളെ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ ഒന്ന് പറയണം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കാണണം. എന്നിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ, കമൻറ്റ് ഒക്കെ പ്രതീക്ഷിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.